ദീപാവലിയുടെ ആഘോഷത്തിമിർപ്പിലായിരുന്നു തിങ്കളാഴ്ച മുംബൈ നഗരം. എങ്ങും പടക്കശബ്ദങ്ങളും വർണ്ണം വാരിവിതറിയ പൂത്തിരികളും മാത്രം. അങ്ങനെ പാട്ടും മേളവും ആഘോഷങ്ങളുമൊക്കെയായി തിരുവനന്തപുരത്തെ ചിറയൻകീഴുകാരിയായ പൂജയും ഭർത്താവും 6 വയസ്സുകാരി മകളും പ്രിയപ്പെട്ടവർക്കൊപ്പമുണ്ടായിരുന്നു രാത്രി 10:30 വരെ. അച്ഛനും അമ്മയ്ക്കും അനുജനുമൊപ്പമുള്ള ആഘോഷങ്ങളെല്ലാം മതിയാക്കി മൂവരും 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്വന്തം ഫ്ളാറ്റിലേക്ക് പോയി. എന്നാൽ മണിക്കൂറുകൾക്കിപ്പുറം പ്രിയപ്പെട്ടവരെ തേടിയെത്തിയത് നടുക്കുന്ന വാർത്തയും. പൂജയും കുടുംബവും താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ തീപിടുത്തമുണ്ടായെന്നായിരുന്നു വിവരം. ഓടിപ്പാഞ്ഞ് അവിടേക്കെത്തിയപ്പോൾ എല്ലാവരെയും രക്ഷപ്പെടുത്തിയെന്നും ആരും ഫ്ളാറ്റിൽ ഇല്ലെന്നുമായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തൽ. എന്നാൽ പൂജയെയും അളിയനെയും കുഞ്ഞിനെയും അവിടെ മുഴുവൻ അരിച്ചുപെറുക്കിയിട്ടും കണ്ടെത്തിയില്ല. തുടർന്ന് പൂജയുടെ അനുജൻ ജീവൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കൂട്ടി 12-ാം നിലയിലെ ഫ്ളാറ്റിലെത്തിയപ്പോൾ അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. ഒടുവിൽ പുറത്ത് സാധാരണ വയ്ക്കാറുള്ള താക്കോൽ തപ്പിയെടുത്ത് വാതിൽ തുറന്നെങ്കിലും വലിയ പുകയും തീയും കാരണം അകത്തേക്കു കയറാനായില്ല. അഗ്നിരക്ഷാസേനാംഗങ്ങളുടെ പക്കൽ വാതിൽ തുറക്കാനുള്ള ഉപകരണങ്ങളോ മാസ്കോ പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് അവ എത്തിച്ചതിനു ശേഷം അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ കണ്ടത് മകൾക്ക് പൊള്ളലേൽക്കാതിരിക്കാൻ കുഞ്ഞിനെ പൊതിഞ്ഞുകിടക്കുന്ന നിലയിലായിരുന്നു പൂജയും ഭർത്താവ് സുന്ദറും.